ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അടുത്തൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ആകെ കുളവായിട്ടൊക്കെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ചൂല് തപ്പിയാണ് നടക്കുന്നുണ്ട് ഈ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മൾ റൂബിനെ കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റൂബിയുടെ കണ്ണിനാണെങ്കിൽ ഒട്ടും വയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ണ് പൊടിയൊന്നും കയറ്റാതെ നമ്മൾ നോക്കണമല്ലോ. സൂക്ഷിച്ചാൽ മാത്രമേ, ഇവളാണെങ്കിൽ മണ്ണിലൊക്കെ പോയി കിടന്ന് നല്ല രീതിയിൽ അലമ്പുണ്ടാക്കും, മണ്ണിൽ കിടന്ന് കുഴയും. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കണ്ണിലെ ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളെ ഇങ്ങനെ ഇതിനകത്ത് ഈ നമ്മുടെ കാർ പോർച്ചിൽ തന്നെ ഇട്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവളുടെ ഒരു കണ്ണിലിപ്പോൾ ആയിട്ടുണ്ട്, അപ്പോൾ അടുത്ത കണ്ണിലും കൂടെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഇപ്പം മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്ക്. അപ്പോൾ ആ ആള് അതിൻ്റെ ഇച്ചിരി കുറുമ്പുണ്ട്, അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ടെങ്കിയൊക്കെ ചില സമയത്തൊക്കെ ഇരിക്കും, ചില സമയത്ത് ദേഷ്യം കയറും കെട്ടിയിട്ടിരിക്കുന്നതിന്. അപ്പോൾ അവളുടെ കണ്ണിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് അവളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൾ എവിടെ വേണേലും നടന്നോളും. അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൊത്തം ചുറ്റും അടിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവളെ ഒന്ന് അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണിലൊന്ന് ഭേദമാകണം. കണ്ണിൽ നമ്മൾ പൊടിയേറ്റാൽ നമ്മൾ തന്നെ നോക്കണ്ടേ. ഇപ്പോൾ എല്ലാവരും വേണമെങ്കിൽ പറയും നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണ്, നമ്മുടെ വീഡിയോസൊക്കെ നോക്കി അറിയാം അവൾ അഴിച്ച് തന്നെ വിടുന്നത്. അവൾ ഇഷ്ടമുള്ളിടത്ത് എല്ലായിടത്തും പോയി നടക്കും. പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ മറ്റേ കല്ലുമായി കൂടുതൽ അവളുടെ കണ്ണിന് പ്രശ്നം വരുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവളുടെ കണ്ണിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് മരമൊന്നും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് കരിയിലകളൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളെല്ലാം നമ്മൾ കുറേശ്ശെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കരിയിലയൊക്കെ ഉണ്ട്. റൂബി അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കും. പക്ഷെ അവൾ ശല്യമൊന്നുമില്ല കേട്ടോ, അവിടെ അടങ്ങി അങ്ങ് ഇരുന്നോളും. ഇനി നമുക്ക് അടുക്കള പുറത്തേക്ക് പോകാം കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറേ ചവറൊക്കെ ഉണ്ട്. റൂബി അഴിച്ചു വിടുന്ന സമയത്താണെങ്കിൽ ഇവളാണെങ്കിൽ അതും ഇതും എല്ലാം കടിച്ച് പറിച്ച് എല്ലായിടും അവിടെ ഇടുമായിരുന്നു. അതുപോലെ തന്നെ ഈ മണ്ണ് കാണുന്ന ഭാഗമുണ്ട്, ഇവിടെയാണ് അവൾ കൂടുതലും വന്ന് കിടന്ന് മറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി, മണ്ണിലൊക്കെ പൊടിയിലൊക്കെ കയറി ഇൻഫെക്ഷൻ ഉണ്ടായി അവളുടെ കണ്ണിലിങ്ങനെ പ്രശ്നം വന്നത്. അവളോട് നമുക്ക് എത്രയൊന്നും പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുമല്ലേ. അങ്ങനെ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ അവളെ അവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മണ്ണെല്ലാം അവൾ തോണ്ടിയിട്ടതാണ്. ഇനി അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കണം. തൂത്ത് വാരിക്കൊണ്ട് നിൽക്കാൻ നേരത്താണ് നമ്മുടെ മാവ് പൂത്തത് ഞാൻ കണ്ടത്. നിറച്ചു മാവ് നിറച്ച് പൂത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് ഇപ്രാവശ്യം കഴിക്കാം. ഇത് നമ്മുടെ മൂവാണ്ടൻ മാവാണേ. ഒരുപാട് കായ് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ദേവയാണെങ്കിൽ രാവിലെ ഊഞ്ഞാലാടണമെന്നും പറഞ്ഞ് അവളിവിടെ കെട്ടിച്ച സാധനമാണ് കേട്ടോ. റൂബിയെപ്പോലെ തന്നെ നല്ല നിർബന്ധവും അഹങ്കാരിയുമാണ് നമ്മുടെ ദേവ. അപ്പോൾ ദേവയാണെങ്കിൽ രാവിലെ ഒരു പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കെട്ടിയിട്ടതാണ് കേട്ടോ, ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. ഇത് റൂബി കണ്ടാൽ മതി, അവളും ചാടിക്കയറും ഇതിനകത്ത്. അപ്പം ഞാനാണെങ്കിൽ അടുക്കളപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തൂത്തോണ്ട് നിൽക്കാൻ നേരത്താണ് നമ്മുടെ കുഞ്ഞു മാവിൽ ഇതേ 2 മാങ്ങ നിൽക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ കിളിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും കിളിപ്പിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ നോക്കാമല്ലേ. അങ്ങനെ മുറ്റത്തിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റൂബി അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കാരണം അവിടെ നിന്ന് പാത്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇവിടെ വൃത്തിയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവൾ എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിച്ച് കീറിയിടും. ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വീടിൻ്റെ മുറ്റും വൃത്തിയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അവളെല്ലാം നശിപ്പിക്കും. അങ്ങനെ നമ്മൾ രാവിലത്തെ മുറ്റത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് നമുക്ക് ദോശയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അമ്മ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഞാൻ കുഴഞ്ഞു, സത്യം പറഞ്ഞാൽ മുറ്റം അടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കുഴയും. അങ്ങനെ കുഴഞ്ഞു മാറി ഇരിക്കുന്ന സമയത്താണ് അമ്മ നല്ല തകർത്ത് പണിയിലാണ്. ഇപ്പോൾ സാമ്പാർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശ അമ്മ ചുട്ടതാണ്. അങ്ങനെ ദോശയും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ കഴിക്കണമെന്നല്ലേ, അതുകൊണ്ട് സാമ്പാറിനകത്ത് കുറേ പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മൾ സാമ്പാർ കഴിക്കുവാണ് ഇന്ന് കേട്ടോ. സാമ്പാറും ദോശയും സാമ്പാറും. അപ്പോൾ എനിക്കാണെങ്കിൽ 4ാമത്തെ മാസം തീരാറായി. അപ്പം ആ സമയത്താണ് നമുക്ക് കുറച്ച് വൊമിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തീർന്നു വന്നിരിക്കുവാണ്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. എപ്പോഴും വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ നമ്മൾ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഹാളെല്ലാം ഒന്ന് നമ്മുടെ ആ സെറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സെറ്റി കവറിൻ്റെ കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സെറ്റി കവർ നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മൾ കവർ ഇട്ടിട്ടില്ലായിരുന്നു, ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. നല്ല ഒന്നാന്തരം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. 1000 സംതിങ് രൂപയാണ് ഇതിന് കേട്ടോ. നല്ല ഇത് നമുക്ക് വെള്ളം ഒഴിച്ചാലും വെള്ളം തട്ടിക്കളഞ്ഞാൽ മതി, അങ്ങ് പൊക്കോളും. അല്ലാതെ ഇത് വലിച്ചെടുക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ജനലും മാറ്റിയതും ആ സംഭവമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ആ സമയത്ത്
ദേവ അവിടെ നിന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ മാറി തരത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഈ സെറ്റി കവർ നല്ല സംഭവമാണ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ സെറ്റി കവറൊന്നും ഇടാതെ ഇട്ടിരിക്കുമായിരുന്നു. എല്ലാം നമ്മൾ ഊരി സാധാരണ സെറ്റി കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊരിപ്പോകും നമ്മളിങ്ങനെ കയറ്റി വെച്ചാൽ. ഇതാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി വലുപ്പം ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. നല്ല സെറ്റി കവറാണ്. അപ്പോൾ ഞാനത് അഴിച്ചിട്ടിരിക്കുവാണ്. എല്ലായിടും ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിനകത്ത് നമ്മൾ അധികവും വെള്ളവും കാര്യങ്ങളും ഒന്നും വെക്കാറില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനകത്തൊന്നും എടുത്ത് പിറക്കി എടുത്ത് വെക്കാറൊന്നുമില്ല. അച്ചാറും മറ്റേതും മറിച്ചതും അങ്ങനെയൊന്നും എടുത്ത് വെക്കാറില്ല. അപ്പോൾ ഞാൻ സെറ്റി കവർ ഇട്ട് കാണിച്ച് തരാം. നല്ല അടിപൊളിയാണ്. ഇത് നമുക്ക് ഇത്രയും കാണിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോൾ സെറ്റി കവർ ഇട്ടാലും അത് താഴെ വലിച്ച് എങ്ങനെയെങ്കിലും ഇടും. ഇത് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വെച്ച് നല്ലപോലെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അടിപൊളിയായിട്ട് ഇരുന്നോളും കേട്ടോ. ഇവിടെ നമ്മുടെ സാധാരണ സെറ്റി കവറൊന്നും പറ്റത്തില്ല. ഇങ്ങനത്തെ നല്ല വെള്ളം ഒഴിച്ചാൽ പോകുന്ന ഒരു സെറ്റി കവർ ഇവിടെ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടി അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാം വൃത്തിയാക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റിലയൻസ് മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നമുക്ക് ബോക്സിലാക്കിയിട്ടുണ്ടാണ് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ ആലപ്പുഴയുള്ള റിലയൻസ് മാളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ട് തരും. നമുക്ക് അവിടെ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈനായിട്ട് നമുക്ക് മേടിച്ചെടുക്കാം. അപ്പോൾ അതായത് നല്ല സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തത്. സവാളയും ഫ്രൂട്ട്സ് എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കൊള്ളാത്ത ചീക്ക് സാധനങ്ങളൊന്നും ഒരെണ്ണം പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം അങ്ങ് പെറുക്കിയെടുത്ത് വെക്കുവാണ്. അപ്പോൾ അതിനകത്ത് ദേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അവൾ അതും കൊണ്ട് ഓടിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പിറക്കി നമുക്ക് അടുക്കളയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതെല്ലാം വന്നത്. അങ്ങനെ ഞാനതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത മുറി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ TV ഇരിക്കുന്ന ഭാഗത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ദേവയുടെ കുഞ്ഞ് സമയത്തുള്ള ഫോട്ടോസൊക്കെ, അതായത് കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിലാണെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെറിയ ഇതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു 160 രൂപ എങ്ങാണ്ടൊക്കെ ഉള്ളൂ കേട്ടോ ഈ ചെറിയ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കുന്നതിന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനിവിടെ വൃത്തിയാക്കി എടുത്ത് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് കുറേശ്ശെ വയ്യാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് ഇച്ചിരി കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഞാൻ കുറച്ചൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറേശ്ശെയൊക്കെ ഇരുന്നും കിടന്നും ഒക്കെയാണ് ജോലി തീർത്തത്. അപ്പോൾ ഈ മുറിയിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങ് തൂത്തൊക്കെ വാരി എടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത മുറി, അതായത് അപ്പോൾ ഇനി ഞങ്ങളുടെ ബെഡ്റൂമാണ് വൃത്തിയാക്കാനുള്ളത്. നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പകുതി ജോലി തീരും. പിന്നെ നമുക്ക് ഹാളിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. പിന്നെ ഈ ജനലിൻ്റെ ഭാഗത്തൊക്കെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബെഡ്റൂമിനകത്ത് മെത്തയ്ക്കകത്ത് നമ്മുടെ വെള്ളം വീണ് കഴിഞ്ഞാൽ പോകുന്ന ഈ കുട്ടികളൊക്കെ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റിനകത്ത് മാത്രമേ ആകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇടുന്ന ഞാൻ അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ആ സംഭവം കാണുമ്പോൾ അറിയാം അതിനകത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമ്മുടെ ബെഡിലോട്ട് വെള്ളവും മൂത്രവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വെള്ളവും അതും ഇതുമൊക്കെ കൊണ്ട് ഒഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും വെള്ളം അങ്ങോട്ട് ഉള്ളിലോട്ട് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഉപകാരമാണ്. ഇപ്പം നമ്മൾ സെറ്റിയിലിട്ടതാണെങ്കിലും ബെഡിലിട്ടതാണെങ്കിലും നല്ല ഉപകാരമായിട്ടുള്ള 2 സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേവയുടെ കളിപ്പാട്ടം എല്ലാം എടുത്ത് മണ്ടയ്ക്ക് കയറ്റി വെച്ചു. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ചില്ല കേട്ടോ, എല്ലാം തൂത്ത് വൃത്തിയാക്കി എടുത്തു. അങ്ങനെ എല്ലായിടവും വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ഇനി അടുക്കളയിലോട്ട് കയറാം. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പോഴാണ് നമുക്ക് ബീഫാണ് ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുവാണ്. ഇന്ന് നമുക്ക് ബീഫ് റോസ്റ്റാണ് കറി. ബീഫ് റോസ്റ്റും കുറച്ച് പരിപ്പ് കറിയൊക്കെ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഇന്ന്. നമുക്ക് ബീഫൊക്കെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളാണെങ്കിൽ മുളക് പൊടി, അപ്പോൾ ഈ മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത്, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, സവാള ചേർക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മസാലക്കൂട്ടുകളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തക്കാളി അമ്മ ചേർത്തിട്ടുണ്ട്, ഉപ്പ് ഇത്രയും ആണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. സവാള ചേർത്തു.
സവാളയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി കുഴച്ച് നല്ല പരുപ്പത്തിനെടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മറന്നു, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കും കേട്ടോ. കുഴച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കറിലോട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അമ്മ ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഞാനാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാം എന്നും പറഞ്ഞാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ എന്നാൽ എന്തെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞ് അമ്മ ഇത് ട്രൈ ചെയ്ത് നോക്കുവാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുത്തു. കുഴച്ചെടുത്തു. എന്നിട്ട് നമ്മൾ കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ച കുക്കറാണ് കേട്ടോ. അപ്പോൾ ആ കുക്കറിൽ തന്നെ നമ്മൾ ബീഫ് വേവിക്കാമെന്നും പറഞ്ഞ് വെച്ചു. അങ്ങനെ ഒരു വിസിൽ 2 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തണുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നമ്മളത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ വെന്ത നമ്മുടെ ആ ബീഫ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതിനകത്ത് മസാലക്കൂട്ടുകളൊന്നും വേറെ ചേർത്തിട്ടില്ല. കുരുമുളകും പിന്നെ നമ്മുടെ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അപ്പോഴത്തേക്കും കറി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് മസാല നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇച്ചിരി നമ്മുടെ ബീഫ് മസാലയും ചേർത്തു. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. പിന്നെ കറിവേപ്പില നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ലേ. കുരുമുളക് പൊടി ചേർത്തു. കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നേനെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമായിരുന്നു നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടുമ്പോഴത്തേക്കും ബീഫ് റോസ്റ്റിന് ഭയങ്കര ടേസ്റ്റാണ്. ഇതാ ബീഫിനകത്തുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ ഇരുന്ന് വറ്റട്ടെ എന്ന് ഞാൻ അമ്മടിക്ക് പറഞ്ഞു. അങ്ങനെ വറ്റിച്ച് കുറേ എടുത്തു. വറ്റിച്ച് നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കുറേയൊക്കെ വറ്റിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അത് ഓഫ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി കേട്ടോ. ചോറും നല്ല പരിപ്പ് കറിയും പിന്നെ ബീഫ് കറിയും അച്ചാറുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ചിനുണ്ടായിരുന്നത് കേട്ടോ. നല്ല കറിയായിരുന്നേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സാധാരണ ബീഫ് കറി തന്നെ 1/2 കിലോ ബീഫായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ബീഫ് മാത്രമേ, ഒത്തിരി ഒന്നും കഴിക്കത്തില്ല. അപ്പം നമ്മളിത് കുറച്ച് മാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ. റോസ്റ്റ് ആയിട്ട് വന്നില്ല, ഇത് കറിയായിട്ട് തന്നെ വന്നു. അപ്പോൾ കറി എന്നും പറഞ്ഞ് ഞങ്ങൾ ബീഫ് കറിയായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. ബീഫായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറും കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ ഗ്ലാസ്സുകളും പാത്രങ്ങളും എല്ലാം എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ തൂക്കും തുടപ്പും ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ക്ലീനിങ്ങും ചെയ്തു. പിന്നെ ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. തുടപ്പും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കംപ്ലീറ്റ് ജോലി തീർന്നേനെ. അപ്പോൾ ഇനി നമുക്ക് നാളെ തുടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ വിട്ടു. അങ്ങനെ നമ്മൾ അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തെടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാം വെക്കാം കേട്ടോ. കറിച്ചട്ടി വരെ വെക്കാം. അടിപൊളി സാധനമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീർന്നെങ്കിലും നമുക്കിപ്പോൾ അടുപ്പിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെക്കാം. ചട്ടി, കലം, അലൂമിനിയം, സ്റ്റീല് എല്ലാം നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അതിനകത്താണ് വെക്കുന്നത്. പിന്നെ ഇവിടെ സോളാറും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസിനകത്തല്ലെങ്കിലും നമുക്ക് അതിനകത്താണെങ്കിലും വെക്കാം, ഗ്യാസും ലാഭിക്കാം. അങ്ങനെ ഞാൻ മിക്ക സാധനങ്ങളും അതിനകത്തൊക്കെ വെക്കും. ഇനി ഗ്യാസ് വല്ലപ്പോഴും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കും, ചില ദിവസങ്ങളിലൊക്കെ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ ഉപയോഗിക്കാറ്. അങ്ങനെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ജോലിയെല്ലാം തീർന്നപ്പോൾ ഒരു ആശ്വാസമായി പോയി ഗുളികയെല്ലാം കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് കുറേ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോക്കകത്ത് കാണുമ്പോഴത്തേക്കും ഒരുപാട് ജോലിയൊന്നും തോന്നത്തില്ല, പക്ഷെ നമ്മളിരുന്ന് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ ഗുളികയെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് നമ്മുടെ റൂബി ഇടമാറി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു, എടുക്കാനായിട്ട് പറ്റിയില്ല. ദേവ അവിടെ പോയി അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി അതിനെ തലോടിയൊക്കെ കൊടുക്കും. അവൾക്ക് അതൊരു രസമാണ്, അവൾക്ക് ഇഷ്ടമാണ്. റൂബിയും അവൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹമാണ്. അപ്പോൾ വൈകുന്നേരം ഒരു സമയമാണ് കേട്ടോ ഇത്. ഈ സമയത്ത് ഞാനും ദേവയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും, റൂബിയായിട്ട് കുറച്ച് നേരം ഇരിക്കും. ഈ സമയത്തുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ദേവ എന്നെ സഹായിക്കാനാണെന്നും പറഞ്ഞ് അവിടെയുള്ള വീണ് കഴിഞ്ഞ ആ ഇലയും ഒക്കെ അവളെനിക്ക് പിറക്കിയിട്ട് തരുവാണ് കേട്ടോ. എല്ലാം പിറക്കിയിട്ട് തന്നിട്ട് നമ്മുടെ വേസ്റ്റിനകത്തൊക്കെ പിറക്കി വൃത്തിയാക്കിയിട്ട് തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.